ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. എന്താണ് മാക്രോ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കേണ്ടത്, അതിൻ്റെ ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി എന്താണെന്ന് നോക്കാം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ലൈഫിൽ കാണുന്ന ചെറിയ ചെറിയ ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ചെറിയ ചെറിയ ജീവികൾ, ചെറിയ എന്താ പറയുക തുമ്പികൾ പോലത്തെ ചെറിയ ജീവികളുടെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലുതായിട്ട് ഫോട്ടോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ അതിൻ്റെ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടിൽ നിന്ന് എടുക്കുന്നതിനെയാണ് സാധാരണഗതിയിൽ മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോ മാക്രോഗ്രഫി എന്നൊക്കെ പറയുക. രണ്ടും ഒരേ സംഭവം തന്നെയാണ്, മാക്രോ ഫോട്ടോഗ്രാഫി തന്നെയാണ്. സോ ഇതിന് ചില ടെക്നിക്സ് ഉണ്ട്. പ്രധാനമായിട്ടും 2-3 തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്. മൊബൈൽ ഫോണിൽ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ലെൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്രോ ലെൻസ് എന്ന് പറയുന്ന ലെൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലെൻസുകൾ ഉണ്ടാവും. അത് മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഘടിപ്പിച്ചിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് കഴിയും. പ്രൊഫഷണൽ ലെവലിൽ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ലെൻസുകളുണ്ട്. എക്സ്ട്രീം മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ലെൻസുകളുണ്ട്. ഈ ലെൻസുകൾ നമ്മൾ വാങ്ങി നമ്മുടെ സാധാരണ രീതിയിൽ DSLR ഉപയോഗിക്കുന്ന ലെൻസുകൾ പോലെ തന്നെ DSLR മൗണ്ട് ചെയ്യുന്ന മാക്രോ ലെൻസുകളുണ്ട്. ആ ലെൻസുകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ചില ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന 2-3 വീഡിയോകൾ നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ചില ടെക്നിക്സ് ആണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് 2-3 വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒറ്റ എപ്പിസോഡായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നീണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിരസമായി തോന്നും എന്നുള്ളതുകൊണ്ട് ഒരു 2 സീരീസ് അല്ലെങ്കിൽ 2-3 സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ, അതായത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സാധാരണഗതിയിൽ DSLR ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ലെൻസുകൾ, അതായത് മാക്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ലെൻസുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തൊട്ടടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്ന ചില കടയിൽ വാങ്ങാൻ കിട്ടുന്ന ലെൻസുകളുണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി മാക്രോ ലെൻസുകളുണ്ട്. ഈ ലെൻസുകൾ മൗണ്ട് ചെയ്ത് ഒരു മാക്രോ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളുടെ അല്ലെങ്കിൽ ചെറിയ ഫ്ലൈസിൻ്റെ ഇൻസെക്ട്സിൻ്റെ ഒക്കെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നത്. അതിനടുത്തുള്ള ഒരു വീഡിയോയിൽ റിവേഴ്സ് ലെൻസ് ടെക്നോളജി, അല്ലെങ്കിൽ റിവേഴ്സ് ലെൻസ് മൗണ്ടിങ് എന്ന് പറയുന്ന ടെക്നോളജിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു കിറ്റ് ലെൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വൈഡ് ആംഗിൾ ലെൻസോ തിരിച്ച് ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു മാക്രോ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് പിന്നീട് ഒരു വീഡിയോയിൽ പറയുക. ഇതൊന്നുമല്ലാതെ എനിക്ക് തോന്നി, അതായത് നമുക്കൊരു എക്സ്ട്രീം മാക്രോ എന്നുള്ള രീതിയിൽ കിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു മാക്രോ ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് ടിപ്സ് ഉണ്ട്. അതും നമ്മൾ വരുന്ന ഒരു വീഡിയോയിൽ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാക്രോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ DSLR യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ലെൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായ ഒരു ഫോക്കസിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഷാർപ്നെസ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ക്ഷമ വേണം. ഒരുപാട് ഫോട്ടോസ് എടുത്ത് നോക്കണം, കൂടുതൽ ട്രൈ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യം ഒന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കാനോണിലും നിക്കോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന 2 ലെൻസുകളാണ്. അതൊരു ബിഗിനർ ലെവലിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. എനിവേ പ്രൊഫഷണലായിട്ട് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതിന് പ്രൈസ് കൂടിയ, അല്ലെങ്കിൽ അത്യാവശ്യം കൂടുതൽ വില കൊടുത്ത് തന്നെ ലെൻസ് വാങ്ങേണ്ടി വരും. ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അത്യാവശ്യം ഒരു എൻട്രി ലെവൽ DSLR ക്യാമറകൾ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസുകളാണ് പറയുന്നത്. ഒന്ന് ടാമറോണിൻ്റെ ഒരു 70-300 f4 to 5.6 അപ്പർച്ചർ വരുന്ന ഒരു ലെൻസാണ്. ഇതൊരു ടെലിഫോട്ടോ ലെൻസാണ്. ഒപ്പം തന്നെ ഒരു മാക്രോ ലെൻസായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെൻസ് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇതിപ്പോൾ കാനോണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാനോൺ മൗണ്ട് നമ്മൾ ഉള്ള ലെൻസ് വാങ്ങുക, അതുപോലെ തന്നെ നിക്കോൺ മൗണ്ട് ഉള്ള ലെൻസ് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത് വൈബ്രേഷൻ കോമ്പൻസേഷൻ, അതായത് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഈ ലെൻസിൽ ഇല്ല. പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,000 rupees താഴെ വരുന്ന ഒരു ലെൻസ് തന്നെയാണ് ഇത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ലെൻസാണ് സിഗ്മയുടെ ലെൻസ്. സിഗ്മ നേരത്തെ പറഞ്ഞ ലെൻസ് ടാമറോണിന്റെ ലെൻസിനെ പോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഉള്ള, അതായത് 70-300 ഫോക്കൽ ലെങ്ത് ഉള്ള ടെലിഫോട്ടോ ലെൻസും കൂടിയാണ് ഈ പറഞ്ഞ സിഗ്മയുടെ ലെൻസും. നിങ്ങൾക്കറിയാം വളരെ നല്ല ബ്രാൻഡാണ്.
ഒരുപാട് നല്ല ലെൻസുകൾ വരുന്ന ബ്രാൻഡാണ് സിഗ്മയുടെ ബ്രാൻഡ്. അവരുടെ ഒരു ആർട്ട് സീരീസിൽ വരുന്ന കുറച്ചും കൂടി കൂടുതൽ ഒരു 20,000 25,000 റുപ്പീസ് വരുന്ന മാക്രോ ലെൻസ് ഉണ്ട്. കൂടുതൽ പ്രൊഫഷണലായിട്ട് മാക്രോ ഫോട്ടോഗ്രാഫി നോക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഈ പറയുന്ന ലെൻസ്, അതായത് സിഗ്മയുടെ 70-300 വരുന്ന മാക്രോ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസ് നല്ല ലെൻസാണ്. കാനോൺ മൗണ്ടും ഉണ്ട്, അതിൻ്റെ തന്നെ എന്താ പറയുക, നിക്കോണിൻ്റെ മൗണ്ടും ആ ലെൻസ് അവൈലബിൾ ആണ്. സിഗ്മയുടെ തന്നെ 70mm f2.8 വരുന്ന ഒരു ലെൻസ് ഉണ്ട്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, ഒരു 50,000 റുപ്പീസ് വരുമെങ്കിലും വളരെ എക്സ്ട്രീമായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു സ്മോൾ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാക്രോ ഫോട്ടോഗ്രാഫിയിൽ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ലെൻസ് തന്നെയാണ് സിഗ്മയുടെ 70mm വരുന്ന ഈ ഒരു ലെൻസ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. അതിപ്പോൾ എൻട്രി ലെവലിൽ വരുന്നവർക്ക് അത് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു സീരീസിൽ ടാമറോണും അവരുടെ ലെൻസ് ഇറക്കുന്നുണ്ട്. 90mm അപ്പർച്ചർ 2.8 വരുന്ന മാക്രോ 1:1 റീപ്രൊഡക്ഷൻ റേഷ്യോ ഉള്ള ഒരു ലെൻസ് ഇറക്കുന്നുണ്ട്. ഇതും പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ലെൻസാണ്. എൻട്രി ലെവലിൽ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സിഗ്മയുടെയും ടാമറോണിൻ്റെയും 10,000 റുപ്പീസ് താഴെയുള്ള ലെൻസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി ലെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാക്രോ ലെൻസ് മൊബൈലിൽ മൗണ്ട് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലായിട്ട് നമ്മൾ പറയുന്നത്. ഇനി വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ.